നമസ്കാരം, എൻ്റെ പേര് വിജി വർഗീസ് ഈപ്പൻ. മധ്യകേരള മഹായിടവക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മധ്യകേരള മഹായിടവക 75ാം കൗൺസിൽ സമ്മേളനം നാളെ ആരംഭിക്കും. ഭരണഘടനാ ഭേദഗതി രണ്ടാം വായന മുഖ്യ അജണ്ട. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി CMS കോളേജ് ഗ്രേറ്റ് ഹാളിൽ ഭിന്നശേഷി ദിനം ആചരിച്ചു. എപ്പിസ്കോപ്പൽ സന്ദർശനത്തിനായി അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് പോയ ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ ഒരു മാസത്തെ സന്ദർശനത്തിന് ശേഷം മടങ്ങിയെത്തി. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയയിൽ സഹകരിച്ച തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജാഗ്രതയോടെ സമ്മതിദായക അവകാശം വിനിയോഗിക്കണമെന്ന് മഹായിടവക അധ്യക്ഷൻ. 103ാമത് ബഥേൽ ദിന പരിപാടികൾ ഡിസംബർ 12, 13 തീയതികളിൽ നടത്തപ്പെടും. വേമ്പുന്താനം സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയം സന്ദർശിച്ച് മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനം ഗോസ്പൽ ടീം. ഗ്രീൻ ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങൾ മേടിച്ച് ഇത്തവണ ഗ്രീൻ ക്രിസ്മസ് ആഘോഷിക്കാമെന്ന് ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ. പന്നിമറ്റം CSI സെന്റ് ആൻഡ്രൂസ് ഇടവകയിൽ ആത്മായ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ സഭാംഗത്തിന് സ്നേഹത്തണലൊരുങ്ങി. ചെർക്കാരിയിൽ അനേകർക്ക് ആശ്വാസമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ്. CSI മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനം ഏർപ്പെടുത്തുന്ന പുതിയ സ്കോളർഷിപ്പിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഡയസിസൻ ബുക്ക് ഡിപ്പോയുടെ നവീകരിച്ച ഷോറൂം ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ പ്രതിഷ്ഠിച്ച ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. CSI മധ്യകേരള മഹായിടവക 75ാം കൗൺസിൽ സമ്മേളനത്തിന് നാളെ തുടക്കം കുറിക്കും. വരവ് ചെലവ് കണക്ക്, ബഡ്ജറ്റ് എന്നീ സാധാരണ അജണ്ടകൾക്ക് പുറമെ ഭരണഘടനാ ഭേദഗതി രണ്ടാം വായന ഈ കൗൺസിലിന്റെ മുഖ്യ അജണ്ടയായിരിക്കും. പുതുക്കിയ ഭരണഘടനയ്ക്കായുള്ള നിർദ്ദേശങ്ങളുടെ ആദ്യ വായന കഴിഞ്ഞ തവണത്തെ കൗൺസിലിലും തുടർന്ന് നടത്തപ്പെട്ട കൗൺസിൽ യോഗങ്ങളിലും നടന്നിരുന്നു. വായനയും നിർദ്ദേശങ്ങളും ചർച്ചകളുമായി 75ാം കൗൺസിൽ സമ്മേളനത്തിന്റെ യോഗങ്ങൾ നടത്തപ്പെടുമ്പോൾ ആരോഗ്യപരമായ സംവാദത്തിനും കാലാനുസൃതമായ ഭരണഘടനാ ഭേദഗതിക്കും വഴിയൊരുങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2007 ഡിസംബർ 15-ാം തീയതി പ്രാബല്യത്തിൽ വന്ന നിലവിലെ ഭരണഘടന 18 വർഷങ്ങൾക്ക് ശേഷമാണ് ഭേദഗതികൾക്ക് വിധേയമാകുന്നത്. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 10 മണി മുതൽ CMS കോളേജ് ഗ്രേറ്റ് ഹാളിൽ വെച്ച് CSI മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനത്തിന്റെയും മഹായിടവക സ്ത്രീജന സഖ്യം ആശാഭവന്റെയും CMS കോളേജ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആശ എ റേ ഓഫ് ഹോപ്പ് ഭിന്നശേഷി ദിനം ആചരിച്ചു. മധ്യകേരള മഹായിടവക സ്ത്രീജന സഖ്യം പ്രസിഡന്റ് ഡോക്ടർ ജെസി സറാക്കോശി അധ്യക്ഷം വഹിച്ച സമ്മേളനം CSI മധ്യകേരള മഹായിടവക അധ്യക്ഷൻ ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. MG സർവകലാശാല ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ് ഡയറക്ടർ ഫാദർ ഡോക്ടർ റെനി തോമസ് മുഖ്യ പ്രഭാഷണം നടത്തി. CMS കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ അഞ്ജു സോസൻ ജോർജ്, യുവജന പ്രസ്ഥാനം ജനറൽ സെക്രട്ടറി റവറൻഡ് ഡിനോ എസ് ജോൺ, കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ഡിസബിലിറ്റി കമ്മീഷൻ ചെയർമാൻ ശ്രീ സാം എബ്രഹാം എന്നിവർ ആശംസകൾ അറിയിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ സൂസൻ മാത്യു സ്വാഗതം ആശംസിച്ചു. മധ്യകേരള മഹായിടവക സ്ത്രീജന സഖ്യം ജനറൽ സെക്രട്ടറി ഡോക്ടർ ഗ്രേസ് നിഷ നയനാൻ കൃതജ്ഞത രേഖപ്പെടുത്തി. കോളേജ് ചാപ്ലൻ റവറൻഡ് ടിബു ഉമ്മൻ ജോർജ് പ്രാരംഭ പ്രാർത്ഥനയ്ക്കും കോളേജ് ബർസാർ റവറൻഡ് ഡോക്ടർ ഷിജു സാമുവൽ സമാപന പ്രാർത്ഥനയ്ക്കും നേതൃത്വം നൽകി. ഭിന്നശേഷിയുള്ളവരെ കരുതുവാനും സമൂഹത്തിൽ അവരെ ഉൾക്കൊള്ളുന്ന ആരോഗ്യപരമായ ഒരു ഇടം സൃഷ്ടിക്കുവാനുമുള്ള അവബോധം ഉണ്ടാക്കുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. പ്രസ്തുത പരിപാടിയിൽ ഭിന്നശേഷിയുള്ള കുട്ടികളെ ആദരിച്ചു. അതോടൊപ്പം അവരുടെ കലാകായിക താലന്തുകൾ പ്രദർശിപ്പിക്കുന്ന വേദിയായി സമ്മേളനം മാറി. എപ്പിസ്കോപ്പൽ സന്ദർശനത്തിനായി അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് പോയ ബിഷപ്പ് ഒരു മാസത്തെ സന്ദർശനത്തിന് ശേഷം മടങ്ങിയെത്തി. അറ്റ്ലാന്റയിൽ നടന്ന ആംഗ്ലിക്കൻ ഡയസിസ് ഓഫ് ദ സൗത്തിന്റെ ഓർഡിനേഷൻ ശുശ്രൂഷയിൽ പങ്കെടുത്ത ബിഷപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുവാനും വിശുദ്ധ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നവരുടെ സമർപ്പണത്തിന് സാക്ഷ്യം വഹിക്കുവാനും കഴിഞ്ഞത് വലിയൊരു അനുഗ്രഹവും ബഹുമതിയുമാണെന്ന് ബിഷപ്പ് അഭിപ്രായപ്പെട്ടു. തന്റെ സന്ദർശനത്തിനിടെ ബിഷപ്പ് ആംഗ്ലിക്കൻ ഡയസിസ് ഓഫ് ദ സൗത്തിന്റെ വൈദിക അൽമായ കോൺഫറൻസുകളിലും സിനഡിലും സംബന്ധിച്ചു. ഡയസിസ് ബിഷപ്പിനോടും ആർച്ച് ബിഷപ്പ് ഹോളി ബീച്ചിനോടും കാനൻ ഷോൺ ജോർജിനോടും സഭയുടെ അനേകം നേതാക്കളോടും സംവേദിക്കുന്നതിനും സാധിച്ചു. മധ്യകേരള മഹായിടവകയിലെ മിഷൻ പ്രവർത്തനങ്ങളും അനുഭവങ്ങളും പങ്കുവെച്ച് മിഷൻ റൗണ്ട് ടേബിളിലും ബിഷപ്പ് പ്രസംഗിച്ചു. കൂടാതെ സൗത്ത് ആംഗ്ലിക്കൻ ഡയസിസിന്റെ മിഷൻ പദ്ധതികളെ കുറിച്ചും അവഗാഹം നേടി. കത്തീഡ്രലിൽ നടന്ന വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ ബിഷപ്പ് ദൈവവചന ശുശ്രൂഷയും നിർവഹിച്ചു. ഈ അവസരം ഏറെ വിലമതിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു.
തങ്ങൾ നൽകിയ ആത്മാർത്ഥമായ സ്വീകരണത്തിനും സ്നേഹപൂർവ്വമായ അതിഥി സൽക്കാരണത്തിനും ബിഷപ്പ് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തി. തങ്ങളുടെ സ്നേഹപൂർവ്വമായ സ്വീകരണവും സന്ദർശനത്തിനിടയിൽ പങ്കിട്ട ദൈവകൃപയും എന്നും ഓർമ്മയിൽ നിലനിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നോർത്ത് അമേരിക്കയിലെ ആംഗ്ലിക്കൻ സഭയായ സൗത്ത് ഡയസസിന്റെ വളർച്ചയ്ക്കും സാക്ഷ്യത്തിനും മധ്യകേരള മഹായിടവകയുടെ ആശംസകളും പ്രാർത്ഥനകളും ബിഷപ്പ് അറിയിച്ചു. പാരമ്പര്യങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടായാലും ക്രിസ്തുവിന്റെ സ്നേഹവും ദൗത്യത്തോടുള്ള പൊതുസമർപ്പണവും വിശ്വാസികളെ ഒന്നിപ്പിക്കുന്നുവെന്നത് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ സഭയെ ഓർമ്മപ്പെടുത്തുന്നുവെന്നും ബിഷപ്പ് പറഞ്ഞു. ഈ സന്ദർശനത്തിൽ അനുഭവിച്ച സ്നേഹം ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ ഐക്യത്തിന്റെ ഒരു സാക്ഷ്യമാണെന്നും അദ്ദേഹം രേഖപ്പെടുത്തി. ന്യൂജേഴ്സിയിൽ CSI ഇമ്മാനുവൽ സഭ സന്ദർശിച്ച ബിഷപ്പ് അവിടെയുള്ള വിശ്വാസ സമൂഹത്തോടൊപ്പം ആരാധനയിൽ പങ്കുചേരുകയും ചെയ്തു. ബിഷപ്പിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് നടന്ന സ്ഥിരീകരണ ശുശ്രൂഷയിലൂടെ സ്ഥാനാർത്ഥികളായ കുട്ടികളെ പ്രതിഷ്ഠിച്ച് സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് പ്രവേശിപ്പിച്ചു. അവരുടെ ജീവിതത്തിൽ ദൈവവചനം വഴികാട്ടിയും ശക്തിയുമായി നിലനിൽക്കട്ടെ എന്ന് ബിഷപ്പ് ആശംസിച്ചു. ശുശ്രൂഷയ്ക്കായി കുട്ടികളെ ആത്മീയമായി ഒരുക്കുകയും എല്ലാ ക്രമീകരണങ്ങളും ക്രമീകൃതമായി നടത്തുകയും ചെയ്ത ഇടവക വികാരി റവറൻ ജോൺ കെ മാത്യു, പിന്തുണ നൽകിയ ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെ ബിഷപ്പ് പ്രത്യേകം അഭിനന്ദിച്ചു. അറ്റ്ലാന്റയിലുള്ള CSI കോൺഗ്രിഗേഷൻ സന്ദർശിച്ച ബിഷപ്പ് വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. കുട്ടികളും യൗവനക്കാരും ധാരാളം ഈ സഭയിൽ ഉണ്ടെന്നത് പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതായി ബിഷപ്പ് അറിയിച്ചു. നല്ല നേതൃത്വം നൽകുന്ന ഇടവക വികാരി റവറൻ ഷിജോ മൊനൈസൻ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. USA സിയാറ്റിലിൽ ജോലി സംബന്ധമായി താമസിക്കുകയും ഇതര സഭകളിൽ ആരാധനയിൽ സംബന്ധിക്കുകയും ചെയ്യുന്ന CSI സഭാംഗങ്ങൾക്കായി ഒരു പുതിയ കോൺഗ്രിഗേഷന് തുടക്കം കുറിക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നതായി മധ്യകേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബുക്കോച്ചി ചെറിയാൻ അറിയിച്ചു. ലോസ് ആഞ്ചലസിൽ നിന്നും റവറൻ എബി കെ തോമസും സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും റവറൻ ജെറിൻ തോമസ് ജോർജും പ്രസ്തുത സംരംഭത്തിന് നേതൃത്വം നൽകുന്നു. CSI ആരാധനാ ക്രമപ്രകാരമുള്ള പ്രഥമ വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്ക് സന്ദർശന വേളയിൽ ബിഷപ്പ് നേതൃത്വം നൽകി. പുതിയ കോൺഗ്രിഗേഷൻ ആരംഭിക്കുന്നതോടെ അവിടെ താമസിക്കുന്ന CSI സഭാംഗങ്ങൾ ഈ സഭയുടെ ഭാഗമാകുമെന്ന പ്രതീക്ഷ ബിഷപ്പ് പ്രകടിപ്പിച്ചു. ജനുവരി മുതൽ സജീവമായി ആരാധന നടത്തുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നു. 3 അംഗ കമ്മിറ്റിയെയും അതിനായി തിരഞ്ഞെടുത്തു. സിയാറ്റിൽ, പോർട്ട്ലൻഡ് എന്നീ സ്ഥലങ്ങളിൽ നമ്മുടെ സഭാംഗങ്ങളെ കണ്ടെത്തുവാനും അവരെ ഈ കൂട്ടായ്മയിൽ ചേർക്കുവാനുമുള്ള പരിശ്രമത്തിലാണ് ഭാരവാഹികൾ. ബന്ധപ്പെട്ട വിവരങ്ങൾ ബിഷപ്പിനെയോ എബിഎച്ചിനെയോ ജെറിനച്ചനെയോ അറിയിക്കാവുന്നതാണ്. USA സീഫോർഡ് CSI മലയാളം കോൺഗ്രിഗേഷനിൽ നടന്ന സ്ഥിരീകരണ ശുശ്രൂഷയ്ക്ക് ബിഷപ്പ് നേതൃത്വം നൽകി. 20ഓളം കുട്ടികൾ സ്ഥിരീകരിക്കപ്പെട്ട് സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് പ്രവേശിച്ചു. വളരെ ക്രമീകൃതമായി കുട്ടികളെ പഠിപ്പിക്കുകയും ആരാധനയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്ത ഇടവക വികാരി റവറൻ ജിബിൻ തമ്പി, ബോർഡ് ഓഫ് ട്രസ്റ്റീസ് അംഗങ്ങൾ എന്നിവരെയെല്ലാം ബിഷപ്പ് അഭിനന്ദിച്ചു. വളരെ ക്രമീകൃതമായി കുട്ടികളെ പഠിപ്പിക്കുകയും ആരാധനയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്ത ഇടവക വികാരി റവറൻ ജിബിൻ തമ്പി, ബോർഡ് ഓഫ് ട്രസ്റ്റീസ് അംഗങ്ങൾ എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. അമേരിക്കയിലുള്ള കോൺഗ്രിഗേഷനുകളിൽ നിരവധി കുടുംബങ്ങളുള്ള വലിയ സഭയാണ് സീഫർ കോൺഗ്രിഗേഷൻ. ഡാലസ് CSI ദേവാലയത്തിൽ സ്ഥിരീകരണ ശുശ്രൂഷയ്ക്ക് CSI മധ്യകേരള മഹായിടവക ബിഷപ്പ് നേതൃത്വം നൽകി. ശുശ്രൂഷയ്ക്കായി കുട്ടികളെ ഒരുക്കിയ ഇടവക വികാരി റവറൻ റജീവ് സുധുവിനെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ഭരണസമിതിയെ ബിഷപ്പ് അഭിനന്ദിച്ചു. 100ഓളം അംഗങ്ങളുള്ള ഡാലസ് സഭയുടെ പാർക്കിംഗ് ലോട്ടിന്റെ നവീകരണത്തിന്റെ 1ാം ഘട്ടം പൂർത്തീകരിക്കുകയും പ്രസ്തുത അവസരത്തിൽ ബിഷപ്പ് അത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇവാഞ്ചലിസ്റ്റായി പ്രതിഷ്ഠിക്കപ്പെട്ട ഡോക്ടർ ബോബി ജോർജ് തെരിയനെ ആരാധനാ മധ്യേ അഭിനന്ദിക്കുകയും ചെയ്തു. ഡാലസിലെ തന്നെ ലവ് ഓഫ് ക്രൈസ്റ്റ് CSI ദേവാലയത്തിൽ നടത്തപ്പെട്ട വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്കും ബിഷപ്പ് നേതൃത്വം നൽകി. നോർത്ത് അമേരിക്കൻ യൂത്ത് ആൻഡ് ഫാമിലി കോൺഫറൻസിന്റെ അടുത്ത സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് പ്രസ്തുത സഭയാണ്. അടുത്ത കോൺഫറൻസിന്റെ ചിന്താവിഷയവും തദവസരത്തിൽ ബിഷപ്പ് പ്രകാശനം ചെയ്തു. ക്രിസ്തുവിൽ തലമുറകളെ വളർത്തിയും ബന്ധിപ്പിച്ചും മുന്നേറുക എന്നതാണ് ഈ വർഷത്തെ ചിന്താവിഷയം. നിരവധി ആളുകൾ ഒത്തുചേരുന്ന വലിയ കൂട്ടായ്മയുടെ അവസരമായ കോൺഫറൻസ് വളരെ അനുഗ്രഹകരമാകട്ടെ എന്ന് ബിഷപ്പ് ആശംസിച്ചു. ഡാലസിന് സമീപമുള്ള ഫോർട്ട് വർത്ത് എന്ന സ്ഥലത്ത് കൂടി വരുന്ന ആരാധനാ കൂട്ടായ്മയിൽ ബിഷപ്പ് പങ്കെടുക്കുകയും വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. മാസത്തിൽ 1 തവണ അവിടെ ആരാധന നടന്നു വരുന്നു. പരിശ്രമങ്ങൾ നടത്തിയാൽ ഒരു കോൺഗ്രിഗേഷനെ വളരുവാൻ സാധ്യതയുള്ള ഒരു ഇടമാണിതെന്ന് ബിഷപ്പ് നിരീക്ഷിച്ചു. കൂടുതൽ മലയാളി കുടുംബങ്ങൾ ഈ പ്രദേശത്തേക്ക് വരുന്നു എന്നതും ശുഭസൂചകമാണ്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയയിൽ സഹകരിക്കുവാനും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജാഗ്രതയോടെ സമ്മതിദായക അവകാശം വിനിയോഗിക്കുവാനും ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബുക്കോച്ചി ചെറിയാൻ ആഹ്വാനം ചെയ്തു. 2025 നവംബർ 4 മുതൽ ആരംഭിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കപ്പെടുകയാണ്. സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം 9-ാം തീയതി നടത്തപ്പെടുകയാണ്. സമ്മതിദാനാവകാശം
നിർവഹിക്കുന്നത് ഒരു ജനായത്ത രാജ്യത്ത് നമ്മുടെ അവകാശമാണ്. ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വമാണ്. നമ്മളുടെ ഭരണക്രമം അത് കൃത്യതയോടെ, കാര്യക്ഷമതയോടെ, ജന ഉപകാരപ്രദമായി നടത്തപ്പെടണമെങ്കിൽ തക്കതായ ആളുകൾ തിരഞ്ഞെടുക്കപ്പെടണം. കാര്യപ്രാപ്തിയുള്ള, സമൂഹത്തെ വിശ്വസ്തയോടെ സേവിക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കേണ്ടത് ഏറെ ആവശ്യമാണ്. അതുകൊണ്ട് ആ ഒരു പ്രക്രിയയിൽ നമുക്ക് ഒന്നിച്ച് പങ്കുചേരാം. മധ്യകേരള മഹായിടവക അംഗങ്ങളായ 80-ൽ പരം ആളുകൾ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നു എന്നറിയുന്നു. അവരുടെ വിജയത്തിനായി ഒത്തൊരുമിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. വേണ്ട സഹകരണവും പിന്തുണയും നിങ്ങൾ അവർക്ക് നൽകണം എന്നും ഓർപ്പിക്കുന്നു. ഒന്നിച്ച് പ്രവർത്തിക്കാൻ, നമ്മളുടെ ഉത്തരവാദിത്വം വിശ്വസ്തയോടെ നിർവഹിക്കാൻ, നിങ്ങളുടെ സമ്മതിദാനാവകാശം കൃത്യതയോടെ നിർവഹിക്കാൻ സഭാമക്കളെ എല്ലാവരെയും ആഹ്വാനം ചെയ്യും. 103ാമത് ബഥേൽ ദിന പരിപാടികൾ ഡിസംബർ 12, 13 തീയതികളിൽ നടത്തപ്പെടും. ഡിസംബർ 12 വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്കും ദൈവവചന ശുശ്രൂഷയ്ക്കും മണക്കാല CSI ഇടവക വികാരി റവറൻഡ് ബിബിൻ ജേക്കബ് നേതൃത്വം നൽകുന്നതാണ്. 13 ശനിയാഴ്ച രാവിലെ 9:15 ആരംഭിക്കുന്ന സ്തോത്ര ശുശ്രൂഷയ്ക്ക് മധ്യകേരള മഹായിടവക ബിഷപ്പ് നേതൃത്വം നൽകുന്നതും കൊല്ലം കൊട്ടാരക്കര ബിഷപ്പ് റൈറ്റ് റവറൻഡ് ജോസ് ജോർജ് മുഖ്യ സന്ദേശം നൽകുന്നതുമാണ്. തുടർന്ന് 10:30 ആരംഭിക്കുന്ന പൊതുസമ്മേളനത്തിൽ മധ്യകേരള മഹായിടവക ബിഷപ്പ് അധ്യക്ഷം വഹിക്കുന്നതും സെനറ്റ് ഓഫ് സെറാംപൂർ കോളേജ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സത്രിയുടെ ഡീൻ ഡോക്ടർ അശ്വതി ജോൺ മുഖ്യ സന്ദേശം നൽകുന്നതുമായിരിക്കും. ഉച്ചകഴിഞ്ഞ് 2:30 മഹായിടവക വിഭജന പ്രസ്ഥാനം വനിതാ സമ്മേളനം പെണ്ണിടം നടത്തപ്പെടുന്നതാണ്. പ്രസ്തുത സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മധ്യകേരള മഹായിടവക സ്ത്രീജന സഖ്യ പ്രസിഡന്റ് ഡോക്ടർ ജെസ്സി സെറാക്കോശി, അധ്യക്ഷത വഹിക്കുന്നത് വിഭജന പ്രസ്ഥാനം വർക്കിംഗ് പ്രസിഡന്റ് നേഹ മറിയം വർഗീസുമാണ്. പ്രസ്തുത സമ്മേളനത്തിനും ഡോക്ടർ അശ്വതി ജോൺ മുഖ്യ സന്ദേശം നൽകും. മഹായിടവക രജിസ്ട്രാർ അഡ്വക്കേറ്റ് ഷീബ തരകൻ ആശംസകൾ അറിയിക്കും. CSI മധ്യകേരള മഹായിടവക വിഭജന പ്രസ്ഥാനം ഗോസ്പൽ ടീം സന്ദർശനം നവംബർ 30-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മുതൽ വേമ്പന്താനം CSI സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ വെച്ച് നടന്നു. രാവിലെ നടന്ന ആരാധനയ്ക്ക് മഹായിടവക വിഭജന പ്രസ്ഥാനം ജനറൽ സെക്രട്ടറി റവറൻഡ് ലിനോയസ് ജോൺ നേതൃത്വം നൽകി. മധ്യകേരള മഹായിടവക വിഭജന പ്രസ്ഥാനം ഈസ്റ്റേൺ സോൺ ഗോസ്പൽ ടീം കൺവീനർ സൂസൻ വർഗീസ് വചന ശുശ്രൂഷ നിർവഹിച്ചു. തുടർന്ന് വിഭജന പ്രസ്ഥാന അംഗങ്ങളുടെ മീറ്റിംഗ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. മഹായിടവക വിഭജന പ്രസ്ഥാന ഭാരവാഹികളായ വർക്കിംഗ് പ്രസിഡന്റ് നേഹ മറിയം വർഗീസ്, ട്രഷറർ സുശാന്ത് നൈനാൻ കോശി, ഓർഗനൈസിംഗ് സെക്രട്ടറി ആൽഫിൻ എം റജി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഇവാഞ്ചലിസ്റ്റ് വിൽസൺ സാറിന്റെ നേതൃത്വത്തിൽ ഗോസ്പൽ ടീം 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സഭയിലെ എല്ലാ ഭവനങ്ങളും സന്ദർശിച്ച് പ്രാർത്ഥന നടത്തുകയും ചെയ്തു. സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശവുമായി ഒരു ക്രിസ്മസ് കാലം കൂടെ ആഗതമായിരിക്കുന്നുവല്ലോ. ഇക്കുറി ഏറെ ആഹ്ലാദകരമായ ഒരു വാർത്തയാണ് നമ്മെ തേടിയെത്തിയിരിക്കുന്നത്. കേരളത്തിൽ അപൂർവം ചില ദേവാലയങ്ങളിലും ഭവനങ്ങളിലും പരിസ്ഥിതി സൗഹൃദ അലങ്കാരങ്ങളാണ് ഉപയോഗിക്കുന്നത്. എങ്കിലും ഇന്ന് വിപണിയിൽ ലഭ്യമായ ക്രിസ്മസ് അലങ്കാരങ്ങളിൽ 95% നിർമ്മിച്ചിരിക്കുന്നത് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പ്ലാസ്റ്റിക്കിൽ നിന്നും ബയോഡിഗ്രേഡബിൾ അല്ലാത്ത വസ്തുക്കളിൽ നിന്നുമാണ്. നമ്മുടെ പരിസ്ഥിതിക്ക് ഇവയൊക്കെ ഏറെ ഹാനികരമാണ്. ഈ പശ്ചാത്തലത്തിൽ കർണാടക തമിഴ്നാട് അതിർത്തിയിലെ വനങ്ങൾക്ക് സമീപം താമസിക്കുന്ന ആദിവാസി ദലിത് സ്ത്രീകളുടെ സംഘം ആരെയും ത്രസിപ്പിക്കുന്ന വർണ്ണാഭമായ ക്രിസ്മസ് അലങ്കാരങ്ങൾ, മുളകൾ കൊണ്ടുണ്ടാക്കിയ ഫെയറി ലൈറ്റുകൾ, ക്രിസ്മസ് റീത്തുകൾ, ഹാങ്ങിങ്ങുകൾ, നക്ഷത്രങ്ങൾ എന്നിവ നിർമ്മിച്ച് ഗ്രീൻ ക്രാഫ്റ്റ് എന്ന സംരംഭത്തിലൂടെ രാജ്യത്തുടനീളമുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പരിസ്ഥിതിക്ക് കടുത്ത ആഘാതമേൽപ്പിക്കുന്ന ആഘോഷങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് പരിസ്ഥിതി സൗഹാർദ്ദ ക്രിസ്മസ് ഉൽപ്പന്നങ്ങൾ ഏവരും ഉപയോഗിക്കണമെന്നും ആദിവാസി ദലിത് സ്ത്രീകളുടെ ഈ സംരംഭം ഏറെ മാതൃകാപരമാണെന്നും മധ്യകേരള മഹായിടവക അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ മലയിൽ സബുക്കോശി ചെറിയാൻ ആഹ്വാനം ചെയ്തു. പരിസ്ഥിതി രംഗത്ത് ശക്തമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന CSI സഭ ഈ സംരംഭത്തെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്നുവെന്ന് CSI സിനഡ് പരിസ്ഥിതികാരി അഡ്വൈസറും മധ്യകേരള മഹായിടവക പരിസ്ഥിതി കമ്മീഷൻ ഡയറക്ടറുമായ പ്രൊഫസർ ഡോക്ടർ മാത്യു കോശി പുന്നേക്കാർ പ്രസ്താവിച്ചു. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷെൽട്ടർ ആക്ഷൻ ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയാണ് കേരളത്തിൽ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. ഈ ക്യാമ്പയിന്റെ ഭാഗമായി ഒട്ടേറെ സഭകളും വ്യക്തികളും ഗ്രീൻ ക്രിസ്മസ് എന്ന ആശയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നത് ഈ ക്രിസ്മസ് കാലത്തെ സദ്വാർത്ത തന്നെയാണ്. കോട്ടയം, തിരുവല്ല, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ക്രിസ്മസ് അലങ്കാരങ്ങൾ ലഭിക്കുമെന്ന് ഷെൽട്ടർ ആക്ഷൻ പ്രവർത്തകർ അറിയിച്ചു.
ഇന്ത്യയിൽ എവിടെ നിന്നും ഓൺലൈനിലും ഈ ഉൽപ്പന്നങ്ങൾ ഓർഡർ ചെയ്യാവുന്നതാണ്. പന്നിമറ്റം CSI സെന്റ് ആൻഡ്രൂസ് ഇടവകയിലെ ആത്മായ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ സഭാംഗത്തിന് സ്നേഹത്തണലൊരുങ്ങി 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ഈ സഭാംഗത്തിന് നിർവഹിച്ച വീടിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ ഇന്ന് രാവിലെ 7:30 മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ നിർവഹിച്ചു. കഴിഞ്ഞ വേനൽ മഴക്കാലത്ത് സമീപ വസ്തുവിലെ വലിയ തേക്കുമരം ഈ ഭവനത്തിന്റെ മുകളിലേക്ക് വീണ വീട് പൂർണ്ണമായും തകരുകയും കുടുംബാംഗങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പന്നിമറ്റം ഇടവക വികാരി റവറൻഡ് സജി കെ സാമിന്റെ നേതൃത്വത്തിൽ ആത്മായ സംഘടനയുടെ ഈ മാതൃകാപരമായ സൽപ്രവർത്തിക്ക് ശ്രീ റോയ് സി ഈപ്പൻ കൺവീനറായും ശ്രീ ജോൺസൺ പി കുരുവിള സെക്രട്ടറിയായും പ്രവർത്തിച്ചു. CSI മധ്യകേരള മഹായിടവക ഉത്തരേന്ത്യൻ മിഷൻ വയൽ പ്രദേശമായ ചത്താരിയിലെ സെന്റ് ജെയിംസ് ഇന്റർ കോളേജും ഛത്തർപൂർ മിഷൻ ഹോസ്പിറ്റലും ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പും കൗൺസിലിംഗും നടത്തി. 4 ദിവസം സ്കൂളിലെ കുട്ടികൾക്കായും 1 ദിവസം ഗ്രാമവാസികൾക്കുമായാണ് ഈ ക്യാമ്പ് ക്രമീകരിക്കപ്പെട്ടത്. മിഷൻ ഹോസ്പിറ്റലിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഡോക്ടേഴ്സ്, നഴ്സസ്, സ്റ്റാഫ് എന്നിവർ ഇതിന് നേതൃത്വം നൽകി. അനേകർക്ക് വളരെ പ്രയോജനകരമായിരുന്ന ഈ ക്യാമ്പ് വരും നാളുകളിലും എല്ലാ മാസവും 1 പ്രാവശ്യമെങ്കിലും ഗ്രാമവാസികൾക്കായി നടത്തപ്പെടുന്നതാണ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സൗജന്യമായി തുടർ ചികിത്സയ്ക്കായുള്ള അവസരവും ഈ ഉദ്യമത്തിലൂടെ ഒരുക്കപ്പെടുന്നു. ഛത്തർപൂർ മിഷൻ ഹോസ്പിറ്റലിനോടുള്ള പ്രത്യേക നന്ദി സർക്കാരി മിഷൻ ഭാരവാഹികൾ രേഖപ്പെടുത്തി. റവറൻഡ് നിബു തോമസ് മിഷണറി ഇൻചാർജായും റവറൻഡ് ഡീക്കൻ റിജോച്ചി ഐ സഹമിഷണറിയായും പ്രവർത്തിക്കുന്നു. മഹായിടവക വിഭജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ മല്ലപ്പള്ളി ഇടവകാംഗം ശ്രീ ബാബു ഉമ്മന്റെ മാതാപിതാക്കളായ പനവേരിൽ PO ഉമ്മന്റെയും ലില്ലിക്കുട്ടി ഉമ്മന്റെയും ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന സ്കോളർഷിപ്പിന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന +2, ഡിഗ്രി, PG തലത്തിൽ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ വിഭജന പ്രസ്ഥാനം പ്രാഥമിക അംഗത്വം തെളിയിക്കുന്ന ഇടവക വികാരി അഥവാ സഭാ ശുശ്രൂഷകന്റെ കത്തും ഇപ്പോൾ പഠനം തുടരുന്ന സ്ഥാപനത്തിന്റെ മേധാവിയിൽ നിന്നും ലഭിച്ച കോഴ്സ് സർട്ടിഫിക്കറ്റും കഴിഞ്ഞ പരീക്ഷയിൽ ലഭിച്ച മാർക്ക് ലിസ്റ്റിന്റെ കോപ്പിയും ഉൾപ്പെടെ വിഭജന പ്രസ്ഥാന കേന്ദ്ര ഓഫീസിൽ 2026 ജനുവരി 10 മുൻപായി നൽകേണ്ടതാണ്. CSI മധ്യകേരള മഹായിടവക പുസ്തകശാലയായ ഡയസൻ ബുക്ക് ഡിപ്പോയുടെ നവീകരിച്ച ഷോറൂമിന്റെ പ്രതിഷ്ഠയും ഉദ്ഘാടനവും മധ്യകേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ നിർവഹിച്ചു. CMS പ്രസിൽ അച്ചടിക്കുന്ന പുസ്തകങ്ങളുടെ വിൽപ്പനശാലയായി ഇപ്പോഴുള്ള കോട്ടയം തിരുനക്കര ചന്തയ്ക്കടുത്ത് 1882 ശ്രീ അലൻ കോൾ സ്ഥാപിച്ചതാണ് ഈ പ്രസ്ഥാനം. സാക്ഷര കേരളത്തിന്റെ അക്ഷരനഗരിയായ കോട്ടയത്തെ ആദ്യത്തെ ക്രിസ്തീയ ബുക്ക് ഷോപ്പ് എന്ന ഖ്യാതിയും ഇതിനുണ്ട്. മഹായിടവകയുടെ പുസ്തകങ്ങളും മറ്റു വിപുലവുമായ പുസ്തക ശേഖരണവും ലിറ്റർജിക്കൽ ഉപകരണങ്ങളും ഇവിടെ വിൽപ്പന നടത്തി വരുന്നു. 2.5 മാസം മുൻപാണ് 143 വർഷങ്ങൾ പിന്നിടുന്ന ബുക്ക് ഡിപ്പോയുടെ ഇപ്പോഴുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചത്. പുതിയതും വിശാലവുമായ ബുക്ക് ഡിപ്പോയുടെ പുതിയ ശേഖരണത്തിൽ 2026 ഡയറികൾ, വേദധ്യാന പുസ്തകങ്ങൾ, ഏറ്റവും പുതിയ പുസ്തക ശേഖരണങ്ങൾ എന്നിവ ക്രമീകരിച്ചിരിക്കുന്നു. കേരള സർവകലാശാല കഴിഞ്ഞ ജൂലൈയിൽ നടത്തിയ ഹിയറിംഗ് ഇംപെയർഡ് വിഭാഗം പരീക്ഷകളിൽ BCom പരീക്ഷയിൽ അടൂർ താഴത്തുമൻ ബിഷപ്പ് മോർ കോളേജ് ഫോർ ഹിയറിംഗ് ഇംപെയർഡിലെ വിദ്യാർത്ഥിയായ മെർലിൻ കോരുത്ത് 3ാം റാങ്കും BSc കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷയിൽ വിഷ്ണു MP 4ാം റാങ്കും കരസ്ഥമാക്കി. മെർലിൻ കോരുത്ത്, വിഷ്ണു MP എന്നിവരെ അഭിനന്ദിച്ചു. സെനറ്റ് ഓഫ് സെറാംപൂർ സർവകലാശാലയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട റവറൻഡ് ഡോക്ടർ CI ഡേവിഡ് ജോയിയെ CSI മധ്യകേരള മഹായിടവക ഹൃദയപൂർവ്വം അഭിനന്ദിച്ചു. 1818 പശ്ചിമ ബംഗാളിലെ ഡാനിഷ് കോളനിയായ സെറാംപൂരിൽ സെനറ്റ് ഓഫ് സെറാംപൂർ കോളേജ് സ്ഥാപിതമായി. ജാതി മത വർണ്ണഭേദമന്യേ ഇന്ത്യൻ യുവജനങ്ങൾക്ക് കലയും ശാസ്ത്രവും പഠിപ്പിക്കുവാനും ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ എന്നീ രാജ്യങ്ങളിലെ സഭകൾക്ക് നേതൃത്വം നൽകുന്ന നേതാക്കളെ രൂപപ്പെടുത്തുവാനും വേണ്ടി ഈ കോളേജ് ആരംഭിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയായി അംഗീകരിക്കപ്പെട്ട സെറാംപൂർ സർവകലാശാല ദൈവശാസ്ത്രവും വിദ്യാഭ്യാസവും നൽകുന്ന ഒരു മഹത്തായ കേന്ദ്രമായി നിലകൊള്ളുന്നു. നിലവിൽ റവറൻഡ് ഡോക്ടർ ഡേവിഡ് ജോയ് തിരുവനന്തപുരം കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പലായി സേവനം ചെയ്യുന്നു. CSI സിനഡ് ക്രിസ്തീയ വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട പീറ്റർ കേച്ചർ വേദവിജ്ഞാന പരീക്ഷയിൽ കേരള റീജിയനിൽ ലോവർ ഗ്രേഡിൽ കോയമ്പത്തൂർ ഇടവകയിൽ ആരൺ അജി ഡാനിയേൽ 1ാം സ്ഥാനവും ഹയർ ഗ്രേഡിൽ അമ്പാട് പുല്ലവേലി ദിയാസ് ഹുസൈൻ 2ാം സ്ഥാനവും നേടി. CSI സിനഡ് ക്രിസ്തീയ വിദ്യാഭ്യാസ വകുപ്പ് പല വിഭാഗങ്ങളിൽ എല്ലാ വർഷവും കുട്ടികളുടെ വേദവിജ്ഞാനം പരിശോധിക്കുവാൻ നടത്തുന്ന പരീക്ഷയാണ് പീറ്റർ കേച്ചർ എക്സാം. ബേക്കർ കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന CSI മധ്യകേരള മഹായിടവക ബേക്കർ ചാപ്പലിൽ സംയുക്ത കാരൽ സർവീസ് നടത്തപ്പെട്ടു. പ്രസ്തുത ശുശ്രൂഷയിൽ മധ്യകേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ മുഖ്യ സന്ദേശം നൽകി.
ബേക്കർ ചാപ്പൽ ക്വയർ, കോട്ടയം ദ മാസ്റ്റേഴ്സ് മെൻ, പള്ളം ദ മാസ്റ്റേഴ്സ് വോയിസ്, കഞ്ഞിക്കുഴി CSI അസെൻഷൻ വിമൻസ് ഫെലോഷിപ്പ്, CMS കോളേജ് ചാപ്പൽ ക്വയർ കാരൽ ഗാനങ്ങൾ അവതരിപ്പിച്ചു. CSI മധ്യകേരള മഹായിടവക കോട്ടയം വൈദിക ജില്ലയിൽ കോത്തല ഇടവകയുടെ ഉപസഭ പുരോപ്പണ സഭാംഗങ്ങളായ അലൻ സാം തോമസിന് കെമിക്കൽ എഞ്ചിനീയറിംഗിലും ഭാര്യ അനീന ലാലിന് രസതന്ത്രത്തിലും PhD ലഭിച്ചു. ഇസ്രായേലിലെ അരിയേൽ സർവകലാശാലയിൽ നിന്നുമാണ് ഒരേ സമയം ഇരുവരും PhD നേടുന്നത്. മഹായിടവക കൗൺസിൽ അംഗമായ പാമ്പാടി എള്ളുംകാലായിൽ AS തോമസിന്റെയും നെന്മല CMS LP സ്കൂളിലെ പ്രധാനാധ്യാപികയായി സേവനം ചെയ്ത് വിരമിച്ച ലൈസാമ തോമസിന്റെയും മകനാണ് അലൻ. ആലപ്പുഴ പൂങ്കാവ് പാലിയത്തുറ വീട്ടിൽ ലാലു ജോസിന്റെയും ജാൻസി ലാലുവിന്റെ മകളാണ് അനീന. ഇരുവരും ജെറുസലേം ഹീബ്രു യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഡോക്ടറൽ ഗവേഷകരാണ്. ഇതോടുകൂടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച. നമസ്കാരം.